കണ്ണിന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചുരുളിക്കൊമ്പന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടതായി വനം വകുപ്പ്. ഇടതു കണ്ണിന്റെ കാഴ്ച 80% നഷ്ടപ്പെട്ടു. ചുരുളിക്കൊമ്പന് രണ്ടാം ഘട്ട ചികിത്സ ഉടനുണ്ടാകില്ല. ആനയെ 3 ആഴ്ച കൂടി നിരീക്ഷിക്കാനാണ് വിദഗ്ധ സംഘത്തിന്റെ തീരുമാനം. ഓഗസ്റ്റിലാണ് കണ്ണിന് പരിക്കേറ്റ PT5 എന്ന ചുരുളിക്കൊമ്പനെ മയക്കുവെടിവെച്ച് ചികിത്സിച്ചത്. ആദ്യഘട്ട ചികിത്സയിലൂടെ ഇടതുകണ്ണിന്റെ പഴുപ്പ് മാറ്റാനായെങ്കിലും കാഴ്ചക്കുറവിന് പരിഹാരമായില്ല. ചികിത്സയ്ക്ക് ശേഷം കാടിനുള്ളിൽ വെച്ച് കൊമ്പനെ മറ്റൊരു ആന ആക്രമിച്ചിരുന്നു. കാഴ്ചക്കുറവുള്ളതിനാൽ ആക്രമണം പ്രതിരോധിക്കാൻ പോലും ആനയ്ക്ക് കഴിഞ്ഞില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ആനയുടെ ശരീരത്തിൽ ആഴമുള്ള മുറിവുണ്ടായതോടെ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘമെത്തി പരിശോധിച്ചു. അപ്പോൾ നമ്മൾ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് ഓരോ മൂവ്മെൻറ്റും സാറെ കാണിച്ചു തരും. അത് ഓരോ മൂവ്മെൻറ്റിലും ഓരോ മണിക്കൂറുകളിലും ഇതിൻ്റെ മൂവ്മെൻറ്റ് പാറ്റേൺ നമ്മൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഹോം റേഞ്ച് പ്ലോട്ട് ഉണ്ടാക്കുന്നുണ്ട്, എത്രമാത്രം അത് കൃഷി നശിപ്പിക്കുന്നു നോക്കുന്നുണ്ട്, എപ്പം നശിപ്പിക്കുന്നു നോക്കുന്നുണ്ട്, അങ്ങനെ പ്ലോട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതും ഇതിൻ്റെ ബാക്കിയുള്ള ഈ ക്ലിനിക്കൽ കണ്ടീഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. ആരോഗ്യസ്ഥിതി സങ്കീർണമായാൽ മാത്രം രണ്ടാം ഘട്ട ചികിത്സ മതിയെന്നാണ് വിദഗ്ധ സംഘത്തിന്റെ തീരുമാനം. 20 ദിവസത്തെ നിരീക്ഷണം തുടരും. നിലവിൽ മുഴുവൻ സമയവും ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, പാലക്കാട്.